20/5/2025 അബ്ദുൾ റഹ്മാൻ ബാബ തങ്ങൾപ്പാപ്പാൻ്റെ യാറാണിത്. ഇവിടെ ബോംബെയിൽ ഇത് പോലീസാക്കപ്പെട്ട യാറാണ്. തങ്ങൾപ്പാപ്പാൻ്റെ ഒരു ചരിത്രമുണ്ട്. ഞാൻ പിന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഞാനിവിടെ വണ്ടി നിർത്തിക്കാണ്. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പോലീസുകാർ വേഗം ക്യാമറയിൽ ഫോട്ടോ എടുക്കും. അപ്പോൾ ഇവിടെ കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. അനീഫാക്കാൻ്റെ ഹോട്ടലാണ് അവിടേക്കാണ് മുഖ്യറും പോകുക. അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദർഗ ഹോട്ടലാണിത്. ഈ ദർഗൻ്റെ പേര് വെച്ചിട്ടാണ് ദർഗ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പോലീസാക്കപ്പെട്ട തങ്ങൾപ്പാപ്പാൻ്റെ യാറാണിത്. ഇവിടെയൊക്കെ അന്ത്യവിശ്രമം കെടുക്കണ ആരാന്നറിയോ? ഇന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. അലഞ്ഞിരിഞ്ഞിട്ട് റോട്ടുമ്പോൾ പണിയെടുത്ത് ജീവിച്ച ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ മരിച്ചതിൻ്റെ ശേഷമാണ് ഓരോരുത്തർ അറിയുന്നത് ഇങ്ങനെ കുറേ നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെയാണ് ഓരോരുത്തർ അവിടെ ഇവിടെ പ്രയാസങ്ങളും മാനസികമായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാൻ പോകുന്നത്. കാരണം ഈ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് വിട്ടുതരാം. എന്തായാലും സാധാ അതും നുണയും കാര്യങ്ങളൊന്നും പറയില്ല. ഇവിടെ പോലീസുകാർ വന്നിട്ടടക്കം സിയാറത്ത് ചെയ്യാണ്. ഈ മനുഷ്യൻ്റെ ജീവിതം ജയിലിൽ കൊണ്ടിട്ട മനുഷ്യനെ എവിടെ നിന്നാണ് ജയിലിൽ നിന്നിട്ട് പുറത്തേക്ക് വരുന്നതെന്നുള്ളത്. ജയിലിൽ കൊണ്ടിടും, ഊട്ടിക്ക് ജയിലിൽ കൊണ്ടിട്ട് പിന്നെ ഇവിടെ കിടക്കണതാണ്. പിന്നെയും ജയിലിൽ കൊണ്ടിടും, പിന്നെ ഇവിടെ കിടക്കണം. അങ്ങനെ പോലീസുകാർ ഇടങ്ങാറായി. അപ്പോൾ സാധാ ഞാൻ അതിൻ്റെ ചരിത്രവുമായി ഞാൻ വീണ്ടും കടന്നു വരും. നുണ പറയില്ല. തങ്ങൾപ്പാപ്പാൻ്റെ യാർത്തിങ് എന്നിട്ടാണ് പറഞ്ഞത്. ഒരു മനുഷ്യനോട് നുണ പറഞ്ഞിട്ട് രസിപ്പിക്കൂലട്ടാ. ഓക്കെ സാധാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. ഇതാണ് കേരള റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മളെ ദർഗ ഹോട്ടൽ. ഇതാട്ടാ ഇത് നല്ലൊരു ഹോട്ടലാണിത്. കാരണം ഇവിടെ എല്ലാവരും നമ്മളെ അധികം കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഈ ഹോട്ടലിൽ വന്നിട്ട് അത് നല്ലൊരു ഭക്ഷണമാണ് ഇവിടെ. കാരണം ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വരും. അതാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. പിന്നെ അങ്ങനെ കൂടുതൽ പൈസ ഒന്നും ഇവിടെ അങ്ങനെ ഈടാക്കില്ല. പൈസ കുറച്ച് റേറ്റ് കൂടുന്ന ഒന്ന് പൗണ്ടിലാണ്. പൗണ്ട് പ്ലാസും റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെ ചില്ലറ പൈസ കൂടും. അവിടെ ഏരിയക്ക് സ്ഥലത്തിനൊക്കെ നല്ല വാടകയും കൂടുതലാണ്. അതിനനുസരിച്ചാണ് അവിടെ പൈസ കൂട്ടുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ റേറ്റ് കുറവ് തന്നെയാണ്. ഇവിടെ ഭക്ഷണം എല്ലാവരും ഇവിടെ വന്ന് കഴിക്കും. കാരണം അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു വൃത്തിയാണ് ഇതിൻ്റെ. അതിന് പേരിട്ടിക്കണത് ദർഗ ഹോട്ടൽ. ദർഗ അതാണ്. ഇൻഷാല്ലാ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ പോര്. ഇവിടെ ദർഗ ഹോട്ടൽ ഏതാണെന്ന് വെച്ചാൽ ആരും കാണിച്ചു തരും. ഞാൻ ഇവിടെ കൂടുതൽ നീട്ടി കൊണ്ടുപോകണം. എൻ്റെ വണ്ടി അവിടെ നിർത്തിക്കുകയാണ്. ഇത് വീണ്ടും പറയാൻ ഡേറ്റ് 20/5/2025 വീഡിയോ ആണ്. ഓക്കെ 20/5/2025 ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് തീർക്കണം. നീട്ടിക്കൊണ്ടുപോകണില്ല. കാരണം എനിക്ക് പറയാൻ നിന്ന ഒരുപാടുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ അവസാനിക്കില്ല. അതാണ് ഇത്രയും വീഡിയോ നീണ്ടു പോണത്. ഇനി ഇവിടെ ഇപ്പം ഇന്ന് ചൊവ്വാഴ്ച. സംസുഖം എന്താ വെച്ചാൽ തിങ്കളാഴ്ച ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തെ ഗ്രൗണ്ട് ഇട്ടത് കണ്ടില്ല നിങ്ങൾ. ഇവിടെ ഇങ്ങനെ കുറച്ച് തെങ്ങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഓവൽ മൈതാൻ എന്ന് പറയും. ഇന്ന് ജനങ്ങളൊന്നും ഇല്ല. ഇവിടെ ശനി ഞായറാഴ്ച ഇതിനുള്ളിൽ കടക്കാൻ പറ്റില്ല. കാരണം അത്രക്കും ഇതാക്കാറ്. കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കണം, പന്ത് കളിക്കണം. ഇനി ഞാൻ എൻ്റെ ജീവിത ചരിത്രം ഞങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ്. കഥകൾ ഒരുപാടുണ്ട്, പറഞ്ഞാൽ അവസാനിക്കില്ല. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതമാണ്. ഇതാണ് ആ ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് ഇവിടെയാണ് ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ ഉപ്പാടെ ഒരു കട ഇവിടെ ഉണ്ടായിരുന്നത്. കേൾക്കണട്ടങ്ങൾ. അതാണ് എൻ്റെ ഉപ്പാടെ കട. എൻ്റെ ഉപ്പാക്ക് കട അവിടെ ആയിരുന്നു. ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അത് നിങ്ങളോട് പറഞ്ഞതാണ്. അവസാനം ഞാൻ പോലീസും മുനിസിപ്പാലിറ്റിയും ക്രൈം ബ്രാഞ്ചിലും വലിയ ഉദ്യോഗസ്ഥന്മാരെ കീഴിൽ അവരെ 4 തെങ്ങ് 5 തെങ്ങൊക്കെ ആയിട്ട് ഒരു മിനിറ്റ് 5 തെങ്ങും 3 തെങ്ങും 2 തെങ്ങൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് കൊല്ലമായില്ലേ. 47 വയസ്സായി. ഞാൻ 24 ന്യൂസിലും ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ ഞാൻ 9 വയസ്സെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോഴാണ് എൻ്റെ മൂത്ത പെങ്ങൾ പറഞ്ഞ് എടജ്ജ എന്താണ് ഈ 9 വയസ്സ് ഞാൻ 7 വയസ്സിൽ ഇപ്പോൾ കൊണ്ടുപോയിക്കണേ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് ജിന് പോയിക്കണേന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത പെങ്ങൾ പറയണേ. അപ്പോഴാണ് ഞാൻ അറിയണില്ല 7 വയസ്സിലോ 9 വയസ്സിലോ പോയെന്നുള്ളത്. പിന്നെ എൻ്റെ പെങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പിന്നെ 7 വയസ്സെന്നുള്ളത് അറിയണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം ഇതെന്താ സംഭവം എന്നറിയാം. ഇവിടെയാണ് എൻ്റെ കട ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ സ്കൂളിൻ്റെ മുന്നിലാണ് എൻ്റെ ഉപ്പാടെ ഇളനീക്കടയും ബീഡിക്കടയും ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെറിയ പ്രശ്നമായിട്ട് കച്ചവടമൊന്നും ഇല്ലാതെ ആകെ ഒരു കട അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പൊക്കെ ഒരു ജീവിതം ഇപ്പോൾ 1961 വന്നിട്ട് ഇപ്പൊക്കെ ആകെപ്പാട് അയിമന്ന് കിട്ടുന്ന ചെറിയ പൈസ ഉള്ളൂ 5,000 റുപ്യ. അത് നഷ്ടപ്പെടുകയാണ്. കാരണം കച്ചവടമില്ല.
ആദ്യം കച്ചവടം നല്ല ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കൂടെ രക്ഷപ്പെട്ട് പോന്നിരുന്ന ആളായിരുന്നു. പിന്നെ പറ്റാതായി. അവസാനം പിന്നെ എന്ത് ചെയ്ത്, ഞാൻ പോലീസുകാരുടെ സെക്ഷനിലും ക്രൈം ബ്രാഞ്ചിലും മുനിസിപ്പാലിറ്റിയിലും പല ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഇങ്ങനെ 5 തെങ്ങും 3 തെങ്ങൊക്കെ അവരെ ബംഗ്ലാവിലുണ്ടാവും. അപ്പോൾ അവർക്ക് അത് കയറി കൊടുക്കും. അതിൽ കുട്ടികളെ തലമക്ക് തേങ്ങ വീഴുക, അല്ലെങ്കിൽ വല്ല കമ്മീഷണറിൻ്റെ കാറ് പോണ സമയത്ത് ഉണങ്ങിയ ഓല ഇതൊക്കെ വീഴുമ്പോൾ അവരൊക്കെ എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ പേരാണ്. കാരണം അവിടേക്ക് അങ്ങോട്ടേക്കൊക്കെ ചെല്ലുമ്പോൾ കള്ളുടിച്ചിട്ടും ചെല്ലാൻ പാടില്ല. കാരണം അത്രയും നല്ല ഇല്ലല്ലോ മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിലടക്കം ഞാൻ പോയി പണിയെടുക്കുന്നതാണ്. അവൻ പറയുന്നുണ്ട് എൻ്റെ അള്ളി റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ അടുത്തായിട്ട് കുറച്ചായിട്ട് വിളിക്കലില്ല. അവിടെ അടക്കം ബംഗ്ലാവിൽ പോയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിൽ പോയിട്ട് അതുപോലെ ബാൾട്ടാക്കറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ തെങ്ങ് കയറിയ ആളാണ്. എല്ലായിടത്തും ഞാൻ എത്ര കൊല്ലമായിന്ന് അറിയോ. അപ്പോൾ അവിടെ കണ്ണി കണ്ടിരിക്കൊന്നും കയറി ചെല്ലാൻ പറ്റൂല, കള്ളുടിച്ചിട്ടൊന്നും കയറാൻ പാടില്ല. അവിടെ നല്ല ചെക്കിങ്ങും അവിടെ ഇതൊക്കെ ഉണ്ട്. കാരണം കുലിന്തൽ കയറിയിട്ട് വല്ലതും സംഭവിച്ചാൽ ആ ഓഫീസർമാരെ പണി പോകും, എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ കയറ്റിച്ചെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത്രയും റിക്കാർഡ് നേടിയിട്ട് അവരെ എന്നെ പോലീസ് സ്റ്റേഷനിലെ ഹോൾ മൈതാനത്ത് എൻ്റെ വാട്സാപ്പിൽ എൻ്റെ സാറിൻ്റെ കൂടെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. സീനിയർ സാറാണ്, വകേര സാറാണ്. ആ സാറിൻ്റെ അവിടെ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷനിൽ, ഇവിടെ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷനാണ്, വലിയ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ. അതിൽ എൻ്റെ പേര് കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റിക്കണേ. കാരണം ഈ കുട്ടി ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ ഓന് നല്ലൊരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ്, ഓൻ്റെ അടുത്തൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി കഥകൾ വീണ്ടും പറഞ്ഞു തരാം. അപ്പം ഞാൻ തെങ്ങ് കയറാൻ പോവാണ്. അങ്ങനെ ഞാൻ ഈ കട സാറുമാരായിട്ടുള്ള ബന്ധം കൊണ്ട് സാറുമാരെ എവിടെ കൊണ്ടിട്ടോ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് ഇപ്പോൾ ഷിഫ്റ്റിങ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞാൽ എൻ്റെ ഉപ്പാടെ കച്ചവടമാണ്, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അത് മാത്രമേ കിട്ടണുള്ളൂ. ഞാൻ തെങ്ങുമ്മ കയറാൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ സാർ നിങ്ങളെ ഭാഗത്ത് നിന്ന് കുറച്ച് സഹായം വേണം, ഞാൻ അങ്ങനെ കട ഇപ്പുറത്തേക്ക്. അപ്പോൾ മറ്റേ ക്രൈം ബ്രാഞ്ചിലെ സാറ് പറഞ്ഞ, ക്രൈം ബ്രാഞ്ചല്ല, മുനിസിപ്പാലിറ്റിക്കാർ. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് മോളിൽ നിന്ന് മാഡം വിളിച്ച് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് തെങ്ങ് കയറുന്ന കുട്ടിയാണ്, ഓനക്ക് എന്താ വേണ്ട വെച്ചാൽ ഓനെ ഉപദ്രവിക്കേണ്ടതാണ്. മോളിൽ നിന്ന് ഓർഡർ വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാറുമാരല്ല, കാരണം അവർ വീട്ടിൽ പോയിട്ട് പണിയെടുക്കണം, അല്ലാതെ അവർക്ക് കൈക്കൂലി കൊടുത്തിട്ടോ ഒരു പണി ഒന്നുമില്ല, ഒരു ഉറുപ്പിൻ്റെ അടുത്ത് മേടിക്കുകയും ചെയ്യില്ല. കാരണം അവരെ മുന്നിൽ ഞാൻ തെങ്ങ് കയറിയിട്ട് അവരെ കുട്ടികൾക്ക് ഇളനിയും കൊടുക്കണേ, ആ സാറുമാർക്ക് ഇളനിയും വെട്ടി കൊടുക്കണേ. അവരാ തെങ്ങുമ്മത്തെ അത് എന്നോട് എനിക്ക് പൈസ പോലും തരണം, ഞാൻ വേണ്ടാന്ന് പറച്ചില്ല. അപ്പോൾ സാറുമാർ പറഞ്ഞത് കമ്മീഷണറൊക്കെ പറഞ്ഞാൽ അത്ര തെങ്ങിൻ്റെ നമ്മൾ അധ്വാനിച്ചിട്ട് അവർ വീട്ടിൽ രാവിലെ 10-11 മണിക്കൊക്കെയാണ് ഓഫീസിലേക്ക് പോവുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ സമയത്ത് കുട്ടികൾ കളിക്കുന്നിടത്താവും സാറുമാർ കമ്മീഷണർമാർ ഇവരൊക്കെ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല, അവർ ആ ഗ്രൗണ്ടിൽ ഇരിക്കണതാണ്. അപ്പോൾ എൻ്റെ പണി കണ്ടിട്ട് എൻ്റെ കഷ്ടപ്പാടും കണ്ടിട്ട് എന്നോട് ചായയും ഇതൊക്കെ വാങ്ങി കൊടുക്കാൻ പറയും. അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും, ആ സാറല്ലേ മറ്റുള്ളവർ പറയും മോമേന് ചായ കൊടുക്കിട്ടെന്ന് പറയും. ആ കുട്ടി അത്രയും പണിയിട്ട് എന്നോട് എനിക്ക് പൈസ വരുമ്പോൾ ഞാൻ അതും മേടിക്കൂല. അങ്ങനെ ഇനി ഇവിടുന്ന് പിന്നെ പറയാം. കാരണം ഇതാണ് എൻ്റെ യഥാർത്ഥ ജീവിതത്തെ. ഇവിടെ നിന്നാണ് എന്നെ ശിവസേനക്കാർ ഓടിപ്പിച്ചത്. ശിവസേനക്കാർ ഭീഷണിപ്പെടുത്തിയിട്ട് അതൊക്കെ ഞാൻ ഇൻഷാല്ലാഹ് എൻ്റെ യഥാർത്ഥ ജീവിത ചരിത്രം ഞാൻ എൻ്റെ അള്ളാഹുവിനെ റസൂലിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ഒരു നുണ പോലും പറയില്ല. മനുഷ്യൻ നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ അര കൊള്ളിക്കരുത്. ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഒരുപാട് പണിൻ്റെ തിരക്കിലൊരു മനുഷ്യൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ കണ്ണി കണ്ടതൊക്കെ വിട്ടുക, മറ്റുള്ളവരെ അരം കൊള്ളിക്കാൻ ചെയ്യാൻ പാടില്ല. ആർക്കും മൂത്രത്തിന് ഒഴിവില്ല, സമയമില്ല നമ്മളെ ഓരോരുത്തരെ വീഡിയോ കാണാൻ. എന്നാൽ ഉള്ളത് പറഞ്ഞോളി. ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചതൊക്കെ പറഞ്ഞു, അത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. ഇല്ലാത്തത് കൂട്ടിച്ചേർത്തിട്ട് മറ്റുള്ളവരെ അരം കൊള്ളിക്കുക, എന്നിട്ട് പരലോകത്ത് പടച്ചോൻ്റെ അടുത്ത് കയറി ചെല്ലുക. അവിടെ ചെന്നാൽ ഈ കേട്ടുകാരൊക്കെ ഇവിടെ കൂടിയിട്ട് പറയും ഇപ്പം ഇല്ലാത്ത കുറേ പറഞ്ഞുണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് സ്വർഗം കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? അവിടെ ഇട്ടിട്ട് പടച്ചോൻ തീ കൊണ്ടിടും. ഉള്ളത് പറഞ്ഞോളി, ആൾക്കാരും കേൾക്കട്ടെ, പടച്ചോനും കേൾക്കട്ടെ, നമ്മളീ പറഞ്ഞ റബ്ബും കേൾക്കുന്നുണ്ട്, ജനങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ കടയിൽ ഇരുന്നിട്ട് പറയാം. ഇവിടെ നിന്നാണ് എൻ്റെ ഭാര്യയുടെ മൂത്ത ആങ്ങളുടെ തന്നെ ജമാലടേന്. മൂപ്പരാർ ഗൾഫിൽ വന്നപ്പോൾ എന്നോട് ഞാൻ ഏതായാലും കുറച്ച് ദിവസം വെറുതെ ഇരിക്കുകയാണെന്നാണ്ട് മൂപ്പരാർക്ക് നടത്താൻ കൊടുത്തത്. പിന്നെ മറവഞ്ചേരി, എൻ്റെ മറവഞ്ചേരിയാണ്, കുറ്റിപ്പുറം മറവഞ്ചേരി മുത്തുണ്ട്. ഓന് ചമ്മറവട്ടത്തെ ഈ പൂച്ചിൻ്റെയും നായനും പിറ്റകളൊക്കെ മിണ്ടാപ്രാണികളെ വളർത്തുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഓന് മുത്തു വരെ ഇളനീക്കാട്, ഇവിടെ 2 കട ഇവിടെ കൊടുത്തിട്ട്, ഇളനീങ്കാടിയും ബീഡിക്കാടും ഇവിടെ കൊടുത്തിട്ട്. മുത്തു ഇളനീങ്കാടി നടത്തി, ബീഡിക്കട എൻ്റെ ഭാര്യയുടെ മൂത്ത ആങ്ങള അളിയന് ജമാലളിയന്. ഇനി ഇവിടുന്ന് ചരിത്രം വേറെ പറയട്ടെ, ഒക്കെ പാടെ നീട്ടി പോകണില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞു വിടാം. ഒറ്റയടിക്കുമ്പോൾ ആരും കേൾക്കില്ല. എൻ്റെ യഥാർത്ഥ ജീവിതമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പണി തുടങ്ങണേ 20/5/2025 വീഡിയോ. ഓക്കെ, ഇവിടെയാണ് കട. ഇവിടെ ഇനി കട ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ ഇവിടെ കൂടി പറഞ്ഞ് നിർത്തുകയാണ്. വാക്കിലെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. കമൻറ്റുകളൊക്കെ എഴുതിക്കോളി. ഹൃദയത്തിൻ്റെ വരികളങ്ങൾ എനിക്ക് വേദനിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞ ഞാൻ സുഖമില്ലാത്ത ഒരാളാണ്. ഞാൻ മാനസികമായിട്ട് അതൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട്.
സുഖമില്ലാത്ത ഒരാളാണ്, ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും വേദനിപ്പിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും. 9:45 ഞാൻ പണി കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വണ്ടി നിർത്തി കുളിക്കാൻ പോവുകയാണ്. എൻ്റെ കുളിക്കണ ഇതാണ് റൂം ഇതാട്ടാ. ഈ ഒരു ചെറിയ റൂമിനുള്ളിലാണ് എൻ്റെ കുളി നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ കഥകൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം, നീട്ടി കൊണ്ടുപോകണില്ല. അപ്പോൾ ആ കടയുടെ പറ്റിയുള്ള ചരിത്രം ഇനി ഫുള്ളായിട്ട് അത് ഇനി 2ാം ഭാഗമായിട്ട് വിടാം. കാരണം കണ്ടമാനമാകുമ്പോൾ ആർക്കും കാണാൻ പറ്റില്ല. യഥാർത്ഥ ജീവിത ചരിത്രങ്ങളാണ്, കഥ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പലതും കടന്നു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. 40 വർഷം റോട്ടുമ്മ കിടന്ന് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ ഓനെ പോലീസുകാർ അടിക്കണതും അടി കൊള്ളണ വേറെ വ്യക്തിൻ്റെ ഓന് നമ്മളെ ഗ്രൂപ്പിലുണ്ട് അസ്സെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു ബോംബെ റോട്ടുമ്മ കിടന്നിട്ട് അടി കൊണ്ടിട്ടും ഞാൻ ആ ചെറുപ്പത്തിൽ വന്നിട്ടാണ് ഈ അടി കൊള്ളുന്നത്. അങ്ങനെ ഒക്കെ ഒരു ദുരിതം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവസാനം ഈ ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ട് എന്നുള്ളതും എൻ്റെ റബ്ബിനിക്ക് കാണിച്ചു തന്ന്. ഒന്നുമില്ലാതെ വന്ന ഒരാളാണ് ഞാൻ. വട്ടപൂജ്യം സൂചി, അതാൻ പറഞ്ഞു, സൂചിക്ക് പൂജ്യത്തിൽ നിന്നാണ് സെക്കൻഡിൽ നിന്ന് തുടങ്ങുന്നതാണ് മിനിറ്റിൽ നിന്ന് തുടങ്ങുന്നതാണ് 15 മിനിറ്റ് 20 മിനിറ്റ്, അങ്ങനെയാണ് അത് ഒരു മണിക്കൂറായി മാറുമ്പോൾ വീണ്ടും സൂചി സെക്കൻഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഹൃദയം നന്നാക്കി വെക്കുകയാണെന്നുള്ളത്. പിന്നെ കൂടുതൽ പറയാൻ പിന്നെ എൻ്റെ വീഡിയോയിൽ പറയും. അപ്പോൾ ഇത് ആ കടയുടെ കാര്യട്ടാ, 2 കട അവിടെ കൊടുന്നിട്ടിട്ട് ശിവസേനക്കാർ താഴത്തും മുകളിലുള്ള വലിയ ശിവസേനക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ നാട്ടിൽ ഉള്ള സമയത്താണ്. പിന്നെ അവിടുന്ന് എന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ ഞാൻ പറയാം. പെട്ടെന്ന് നിൽക്കുന്നത് ഒരുപാട് വലിയ ചരിത്രമാണ്. ഒരു ദിവസം കൊണ്ട് തീരെ ചരിത്രമല്ലേ. കാരണം ഒരുപാട് കാലം അത് അവസാനം എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകണമെന്നുള്ളത് അറിയണം, നിങ്ങളറിയണം. അത് അവസാനം ക്രൈംബ്രാഞ്ചിലെ സാറ്, ഓഫീസിലിരിക്കണ സാറ്, എൻ്റെ സങ്കടം അയാളെ മുന്നിൽ പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അയാൾ ഓഫീസിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് അയാളെ സാറിൻ്റെ കാറിൽ എന്നെ എത്തിയിട്ട് പറഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു. അതും കൊണ്ടുപോകണം വേറെ വലിയൊരു സീനിയറിൻ്റെ അടുത്തേക്ക്, പോലീസ് ഓഫീസറുടെ അടുത്തേക്ക്. ഒക്കെ ഞാൻ കഥകളിൻ്റെ കേൾക്കണം. ശിവസേനയുടെ 1ാം ഭാഗം എന്ന് ഞാൻ പറയണം. അവസാനം ശിവസേന ഞങ്ങളൊക്കെ ഇവിടെ ഒന്നാവണ ഒരു ചരിത്രം ആയി മാറണ്ടേ, അതും അതിൻ്റെ ഇടയിൽ കൂടെ വരും. എങ്ങനെയാണെന്നുള്ളത് ഈ ബോംബെയിൽ ഒരു മനുഷ്യൻ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ജീവിതം കഴിച്ചു കൂട്ടിയാലും ജീവിതം കഴിച്ചു പോയവരുണ്ട്. അവരൊക്കെയും പ്രയാസത്തിൽ കൂടെ കരകയറിയ ആൾക്കാരാണ്. ഒന്നുമില്ലാതെ വന്ന ആൾക്കാർ, പാവങ്ങൾ, ഈ നരകത്തിൽ കിടന്നിട്ടും നാട്ടിലായാലും പല ഭാഗത്തും കിടന്നു ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ ഒരു ചെറിയ സ്വർഗ്ഗം അള്ളാഹ് കൊടുക്കുന്നുണ്ട്. ആരും വേദനിപ്പിച്ചിട്ടില്ല റബ്ബിനോട് കൈ ഉയർത്തിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അത് ദിവസങ്ങളോളം പിടിക്കും, കൊല്ലങ്ങളോളം പിടിക്കും. ഹൃദയത്തിലേക്ക് നമ്മളെ ആഗ്രഹം നിറവേറ്റി തരാണ്. ശ്രമിച്ചാൽ മതി. തരാതിരിക്കൂല, റബ്ബ് തരാൻ കൈ വിടൂല. നമ്മളെ വഴി നന്നാക്കി വെച്ചാൽ മതി. സൂചിക്ക് ഒരു സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സൂചി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴും അത് 12 അവസാനിക്കണത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ആ പടത്തിനോട് പറയാം, അറിയാതെ ചെയ്തു പോയി, നാളെ ഞാൻ നേരായിക്കോളാം. അപ്പോഴും നമ്മൾ റൂഹിനെ പിടിച്ചിട്ടില്ല. പിന്നെ നേരാവാനാണ് ഒരു രാത്രിക്ക് ഒരു പകലിനൊരു രാത്രിയും കാണിക്കണത്. അപ്പോഴും നമ്മൾ നേരായിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂല. ഞാൻ ഉള്ള സത്യം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ തുറന്ന് പറയും. ഒരാളോടും ഞാൻ രഹസ്യമായിട്ട് വെക്കൂല. കാരണം എന്താ പറയുക, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഞാൻ ലോകത്തോട് വിളിച്ച് പറയേണ്ട ഖുർആൻ അറിയില്ല എന്നുള്ളത് പറയാൻ പാടില്ല, നാണം കെട്ട പരിപാടിയാണ്. പക്ഷെ ഞാൻ സുഖമില്ലാത്തൊരാളാണ്. എപ്പോഴും ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അസുഖം വന്നെന്നുള്ളത് അതും ഇനിയും വീണ്ടും ചരിത്രത്തിൽ കൂടെ വരാം. റബ്ബിനോട് അടുക്കുമ്പോൾ ഭയപ്പെടും. അപ്പം പലപ്പോൾ മാനസിക രോഗിയാവും. കുടുംബത്തിൽ പല പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും അവിടെയും മാനസിക രോഗിയാവും. മാനസികം എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ ഭ്രാന്തൻ എന്ന് നാവ് കൊണ്ട് പറയാൻ പാടില്ല. ബുദ്ധിയുള്ളവന് പറഞ്ഞാൽ അത് വലിയൊരു അപകടത്തിൽ പോയി ചാടും. കാരണം രോഗം പല തരത്തിലും കടന്നു വരുന്നുണ്ട്. മനുഷ്യൻ ഭ്രാന്താവണത് എങ്ങനെയൊക്കെയാണ്, പല പ്രയാസങ്ങളും വരുമ്പോഴും ഭ്രാന്താവും. പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു നിട്ടുമ്പോഴും ഭ്രാന്താവും. പെട്ടെന്ന് ജീവിതത്തിലേക്ക് എന്തെങ്കിലും അള്ളാനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടണവനക്കും ഭ്രാന്താവും. ദൈവത്തെ കണ്ടുമുട്ടുന്നവനക്കും ഭ്രാന്താവും. ഇതൊക്കെ ഭ്രാന്ത് പല തരത്തിലുണ്ട്. പക്ഷെ വേറെ അടുത്തനോട് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് നൽകിയാൽ കാണാൻ നല്ലൊരു ചേല എന്ന് പറയണ്ടേ, അതിലേക്ക് കൂടെ പോകരുതിട്ടാ. അത് പോയാണ്ടല്ലോ ഇവിടെയും സ്വർഗ്ഗമില്ല അവിടെയും സ്വർഗ്ഗമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. നിങ്ങൾ കമൻറ്റുകളൊക്കെ കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കമൻറ്റ്. ഇതിനെപ്പറ്റി ഹൃദയത്തിൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ ഹൃദയത്തിൽ നിന്നിട്ടാണ് നിങ്ങൾ ആ കമൻറ്റ് എനിക്ക് വിടേണ്ടത്. അപ്പം ഞാനത് വായിക്കുമ്പോൾ തിരിച്ച് ഞാനും നിങ്ങളെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ട്. അത് നിങ്ങളറിയില്ല. നിങ്ങളെ ഹൃദയം എൻ്റെ അടുത്തേക്ക് കടന്നത് നിങ്ങൾ അറിയില്ല. കാരണം നിങ്ങൾ എഴുതുമ്പോഴാണ്, ഞാൻ ആ വായിക്കുമ്പോഴാണ് നിങ്ങളെ ഹൃദയം എൻ്റെ അടുത്തേക്ക് കടക്കണത്. അപ്പോൾ ഹൃദയത്തിൻ്റെ വരികൾ ആർക്കും എന്തും എഴുതാം. അത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ഹൃദയത്തിൽ നിന്നും വരുന്നതും അവൻ ചിന്തിക്കുന്നതും അവൻ എഴുതി വിടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരട്ടെ. ഒന്നും കൂടി വെക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല. എന്നെ കണ്ട എത്ര ജനങ്ങൾ ഇതിനെപ്പറ്റി അറിയണുണ്ടെന്ന് അറിയും.
പിന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കണ്ടാൽ ഇന്നെ കല്ലെത്തി എറിഞ്ഞ് കൊല്ലണം. കാരണം ആർക്കും അറിയാം ഞാൻ അങ്ങനെ ജീവിതത്തിലേക്ക് ആരും വേദനിപ്പിക്കിച്ച്. ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബിൽ വരുന്ന എൻ്റെ കുട്ടികൾ പൈതമക്കൾ പറഞ്ഞ് യൂട്യൂബ് ഉണ്ടാക്കിയത് 40 വർഷമായിട്ട് ഞാൻ യൂട്യൂബിലേക്ക് കടന്നിട്ടുണ്ടായില്ല. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ വാപ്പാടെ ജീവിതചരിത്രം എല്ലാവരും എൻ്റെ ഗ്രൂപ്പിലെല്ലാവരും ഉണ്ട്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനൊക്കെ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ട്. എനിക്ക് എല്ലാവരും എൻ്റെ കണ്ണിൽ ഒന്നാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരോട് ആ ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മതപരമായിട്ട് നിങ്ങൾ വേണ്ടാത്തൊന്നും അതിലിടരുന്നു. മറ്റുള്ളവനെ എന്തൊക്കെയോ പറഞ്ഞ് അത് അതിലിട്ടിട്ട് മറ്റുള്ളവന് നല്ല മനുഷ്യന്മാരും കൂടി ഹൃദയം വേദനിപ്പിക്കരുതെന്ന് ആ ഗ്രൂപ്പിൽ എൻ്റെ മാനു ഫ്രണ്ട്സ് ഗ്രൂപ്പ് കൊറോണ സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. എല്ലാവരും ആയിട്ട് നല്ലപോലെ പോകുന്നുണ്ട്. ആരും അങ്ങോട്ട് മതപരമായിട്ട് വേണ്ടത് നല്ല കാര്യങ്ങൾ മതത്തെ പറ്റി പറഞ്ഞോളി, എല്ലാ മതത്തെ പറ്റി എന്നാലിട്ടോളി. ആരും വേദനിപ്പിക്കാത്ത വാക്കുകളുണ്ടെങ്കിൽ ഹൃദയത്തെ വേദനിപ്പിക്കണ വാക്കുകളെല്ലാം അതിൽ ഗ്രൂപ്പിൽ ഇടരുത് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും അങ്ങനെ ഇടുന്നില്ല. ചരിത്രമായി ഒരുപാട് കഥകളുണ്ട്. കഥയായി കാണരുത്, കഥയായി തള്ളരുത് എന്നുള്ളൊരു വരി ഒരു കയ്യിനും കാലിനും സുഖമില്ലാത്തൊരു പാവം എൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞില്ല, സംസീറാക്കാണാവോ ആരാണാവോ ആ മനുഷ്യൻ ഒരു വരി എഴുതിയിട്ടുണ്ട്. കഥയായി തള്ളരുതേ, കഥയായി കാണരുതേ. ആ മനുഷ്യൻ്റെ വരിയാണത്. അതുപോലെ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ കൂടെ കടന്നു പോകേണ്ട ഇൻഷാ അല്ലാഹ് കണ്ടമാനം വീഡിയോ കാണില്ല. ഞാൻ യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിത ചരിത്രം ങ്ങളാണ് എല്ലാം കൂടി ഞാൻ 40 വർഷം കൊണ്ട് എൻ്റെ യഥാർത്ഥ ഒരുപാട് കഥകൾ പറയാനുണ്ട്. സത്യത്തിൻ്റെ വരികൾ മാത്രമേ ഞാൻ പറയുള്ളൂ, ആരും വേദനിപ്പിക്കൂല. അസ്സലാമു അലൈക്കും. യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഇന്ന് സംസുഖ ഇവിടെ ഇന്ന് 19/5/2025 സംസുഖ എന്ത് അറിയാമെന്നോ, ഇതൊരു സ്പെഷ്യലായിട്ട് ഒരു മിനിറ്റ് ഉള്ള കാര്യം പറ്റാം. സംസുഖ നിങ്ങൾ തെങ്ങുന്തോട്ടത്തിന് അവിടുന്ന് തെങ്ങുന്തോട്ടം വാടിയിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആ അപ്പൊ ഇതൊരു സ്പെഷ്യലായിട്ട് അവിടുന്ന് ആരോ കൊടുത്ത ചെറുതിന് എന്താ പേര്? അപ്പൊ ഇത് ഉണ്ടാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് വന്നിട്ട് ഇത് വന്ന് ഇവിടെ കേക്ക് ഉണ്ടാക്കിയതാ പറഞ്ഞു. അപ്പൊ ഞാനിന്ന് ഇതെന്താ ചിക്കൻ, ഇത് ചിക്കന് ചോറ് മാഷാ അല്ലാഹ് അങ്ങോട്ടൊക്കെയാണ്. എന്താ നിങ്ങളിന്റെ ജ്യേഷ്ഠനാ? ഇതാണ് ഇതിന്റെ പെങ്ങള്. കണ്ടില്ല നിങ്ങള് പെങ്ങള്? ഇനി പെങ്ങളെ കണ്ടില്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. മാഷാ അല്ലാഹ്. എന്നാ ശരി കേട്ടാ. എല്ലാവരോടും നമുക്ക് നല്ല നല്ല കമന്റുകളാണ് വരുന്നില്ലേ. ലക്ഷദ്വീപിലേക്കല്ലേ? പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട KMCCയുടെ എല്ലാരും നിന്നെ ഒരു പൊന്നാടാണ് സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിൽ വിളിച്ചിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ അവർ വിവരം അറിയിക്കും. അപ്പൊ നമുക്ക് പോകേണ്ടി വരും കേട്ടോ. ഞാൻ നിങ്ങൾ കമന്റുകളൊക്കെ ആർക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും പറയണ്ട അതിൽ റിപ്ലൈ തരണില്ല. ഞാൻ തരാതിരിക്കുള്ളൂ. നിങ്ങൾ വിട്ടേനൊക്കെ എപ്പോഴേലും തരും. എനിക്കാച്ചാൽ 100 വട്ടം തിരക്കും കാര്യങ്ങളും പണിക്കാരെ ചെറുക്കനെ ഉറങ്ങാൻ വിടണം. അതിൻ്റെ ഇടയിൽ കമന്റ് ഒന്നും വായിക്കാതെ ചേർക്കുമ്പോൾ തന്നെ ഇളനീനും ആൾ വരും. എന്നാൽ എന്തെങ്കിലും നിശ്ചയില്ല, എന്നാലും ഞാൻ എന്തെങ്കിലും കാട്ടി എഴുതാമെന്ന് ചേർക്കുമ്പോൾ തന്നെ വീണ്ടും ഇളനീനും ആൾ വരും. എന്തായാലും നിങ്ങൾ എഴുതിക്കോളേ. അപ്പോൾ ഞാൻ എന്തായാലും ഞാനൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ റിപ്ലൈ തരുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. എൻ്റെ എല്ലാ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ടാ. സംസുഖയുടെ നാട്ടുകാരനാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? ആലുവള്ളല്ലേ? ഇവിടെ കാണി ഞാൻ സംസുഖയുടെ വീട്ടിൽ നിന്ന് വന്നതാണ്. സംസുഖത ബോംബെയിലെ വീട്ടില് ഇവിടെ സംസുഖയുടെ വീടല്ലേ? ബോംബെയിലെ വീട് ശരിയാണ്. ഇത് മൂത്ത മോനാ? ഇത് മൂത്ത മോനല്ലേ? എൻ്റെ പേരെന്താ? നാഫിസ് അല്ലേ? എൻ്റെ പേരെന്താ മോനെ? ഹാഫിസ്. മാഷാ അല്ലാഹ്. ഇവിടെ വന്ന് വൈഫൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ എന്നാ പോകുന്നതായിരുന്നു? നാളെ ഇവിടെ ജസ്റ്റ് ബോംബെ കറങ്ങാൻ വേണ്ടി വന്നു. എല്ലാവരും എല്ലാ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടില്ലേ? എന്നാ മതി. ഇനി ഇവിടെ കൊണ്ട് നിർത്തിയാണ്. 19/5/2025 വീഡിയോ ആണ്. ഇവിടെ നാട്ടിൽ ഒരു ദിവസം പോകണ്ടേ. അവിടുന്ന് എല്ലാവരും ഞങ്ങളെ കൂടെ കൂടിയിട്ടൊരു വീഡിയോ പിന്നെ അവിടെ നിന്ന് എടുക്കാം അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ.